യൂറോപ്യൻ യൂണിയന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി എന്ന റിപ്പോർട്ട്. യൂറോപ്യൻ യൂണിയന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്ക ഇപ്പോൾ എടുക്കുന്ന നയങ്ങൾ യൂറോപ്യൻ യൂണിയന് തിരിച്ചടിയാകും. ഒന്നാമത്തെ കാര്യം, അമേരിക്കയ്ക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്നില്ല. $40 ട്രില്യൺ കടമാണ് അമേരിക്കയ്ക്ക് ഇപ്പോൾ ഉള്ളത്. സ്വാഭാവികമായും യൂറോപ്യൻ യൂണിയന് കൊടുത്തുവരുന്ന സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ ഇടിവുണ്ടാകും. പക്ഷെ അത് മാത്രമല്ല കാര്യം. യൂറോപ്യൻ യൂണിയനിലെ സഖ്യരാജ്യങ്ങളിൽ പലരും യൂറോപ്യൻ യൂണിയനോട് ശക്തമായ അകൽച്ച പാലിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഫ്രാൻസ് ആയിരുന്നാലും അതുപോലെ സ്പെയിൻ ആയിരുന്നാലും എടുക്കുന്ന നിലപാടുകൾ യൂറോപ്യൻ യൂണിയന് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് നീങ്ങുകയാണ്. നമുക്കറിയാം, സുരക്ഷാ സമിതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇവിടെ യൂറോപ്യൻ യൂണിയന്റെ നിലപാടുകളെ സുരക്ഷാ സമിതിയിലെ അംഗരാജ്യങ്ങൾ റഷ്യയും അതുപോലെ തന്നെ ചൈനയും ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനെ പിന്തുണയ്ക്കുകയും യൂറോപ്യൻ യൂണിയന്റെ നിലപാടുകളെല്ലാം ശരിയാണ് എന്ന രീതിയിൽ കൊണ്ടുപോവുകയായിരുന്നു നാളിതുവരെ. എന്നാൽ അതിൽ മാറ്റം വന്നു തുടങ്ങിയിരിക്കും. ഒന്നാമത്തെ കാര്യം, കറൻസിയുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. ആഗോള വിനിമയം ഡോളറിൽ നിന്നും ബ്രിക്സ് രാജ്യങ്ങൾ അവരുടേതായിട്ടുള്ള കറൻസി രൂപത്തിൽ മാറ്റാൻ വേണ്ടിയുള്ള താല്പര്യങ്ങൾ പ്രകടിപ്പിക്കുകയാണ്. ഇത് കൂടുതൽ പ്രതിസന്ധി യൂറോപ്യൻ യൂണിയന് മേൽ സൃഷ്ടിക്കും. അത്തരത്തിലുള്ള നിരവധിയായ വിഷയങ്ങളുണ്ട്. മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന പ്രശ്നം ഒരു പരിധിവരെ യൂറോപ്യൻ യൂണിയനെ പ്രതികൂലമായി ബാധിക്കും. ഉക്രൈൻ റഷ്യ പോരാട്ടം ഒരു പരിധിവരെ അത് ബാധിക്കും. റഷ്യയെ വിലക്കി അന്താരാഷ്ട്ര കളികളിൽ കായിക മാമാങ്കങ്ങളിൽ നിന്നും വിലക്കി റഷ്യയെ അങ്ങ് ഒതുക്കി കളയാം എന്നുള്ള ചിന്തകൾ പോലും യൂറോപ്യൻ യൂണിയന് തിരിച്ചടിയായി മാറുന്നതേ ഉള്ളൂ. റഷ്യക്ക് അതൊന്നും റഷ്യയെ അലട്ടുന്നില്ല എന്നുള്ളതാണ്. ഒരു ഒളിമ്പിക്സിൽ പങ്കെടുത്തില്ലെങ്കിലോ അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ സീസണിൽ പങ്കെടുത്തില്ലെങ്കിലോ ഹോക്കി ടൂർണമെൻറ്റിൽ പങ്കെടുത്തില്ലെങ്കിലോ അത്തരത്തിൽ എന്തുമാകട്ടെ, അന്താരാഷ്ട്ര കായിക മാമാങ്കങ്ങളിൽ റഷ്യയുടെ പങ്ക് ഇല്ലാതാക്കാൻ വേണ്ടി യൂറോപ്യൻ യൂണിയനും അമേരിക്കയും കൂടെ ഒത്തുകളിച്ചിട്ടും നാളിതുവരെയായി റഷ്യയ്ക്ക് നേരെ ഒരു ചെറുവിരൽ പോലും അനക്കി അവരെ പ്രതിസന്ധിയിലാക്കാൻ കഴിയുന്നില്ല. അവർക്ക് സാമ്പത്തിക ഞെരുക്കം വരുമ്പോഴൊക്കെ അതിനെ അതിജീവിക്കാൻ പലപ്പോഴും കഴിയുന്നുണ്ട്. നേരത്തെ ഇന്ത്യ ആയിരുന്നെങ്കിൽ ഇപ്പോഴത് ഇറാൻ, മറ്റ് പല രാജ്യങ്ങളുടെയും കൂടി സഹായത്തോടെ ആ പ്രശ്നം പരിഹരിച്ചു തുടങ്ങിയിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയന്റെ സ്ഥിതി വളരെ വളരെ മോശം അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. അതിന് കാരണക്കാർ അവർ തന്നെയാണ് അതിനുള്ള കുഴി കുഴിച്ചത്. ഉക്രൈനെ കണ്ടമാനം സഹായിക്കുമ്പോൾ അവരറിഞ്ഞില്ല മറുപണി പല ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അമേരിക്കയ്ക്ക് ഇങ്ങനെ കൈയൊഴിയേണ്ടി വരുന്ന സാഹചര്യം വരും. ഇത്തരത്തിൽ അമേരിക്ക പെട്ടെന്ന് ദാരിദ്ര്യ മേഖലയിലേക്ക് പോകും. ഇതൊന്നും അവർ കരുതിയില്ലല്ലോ.